നമ്മുടെ വലിയഴീക്കൽ വലിയ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങാണിത്. അവിടെ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കൊന്ന് കാണാം. എല്ലായിടത്തും പാർക്കിംഗ് വെച്ചേക്കോ. ഞങ്ങളിതേ പാലത്തിലോട്ട് കയറാൻ പോവാണേ. വലിയഴീക്കൽ പാലമാണ്. ഏതാണ്ട് 1.25 കിലോമീറ്ററോളം നീളമുണ്ട് ഈ പാലത്തിന്. വലിയ പാലമാണ്. ഇപ്പോൾ തീരദേശ പാതയുടെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ചതാണ്. ഈ വഴി നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പോകാം. ഇതേപോലെ ചെറിയഴീക്കൽ ഹാർബറിലേക്ക് തിരിച്ചു പോകാം. നല്ല രസമുള്ള ഒരു പാലമാണ്. കാരണം പുതിയ മോഡലിലുള്ള നിർമ്മാണ രീതിയാണിത്. നമ്മുടെ കേരളത്തിലെ ഇപ്പം പുതുതായിട്ട് പണിയുന്ന എല്ലാ പാലങ്ങളും ഇപ്പോൾ ഓരോ പാലം ഓരോ മോഡലിലാണ് പണിയുന്നത്. അതൊരു തരത്തിൽ ഭംഗിയാണ്. കാരണം പണ്ട് കാലത്തെ എഞ്ചിനീയർമാരുടെ ഡിസൈൻ എല്ലാം ഒരേ ഡിസൈനായിരുന്നു. പ്രത്യേകിച്ച് അതിന് പറയത്തക്കതായിട്ടൊന്നുമില്ല. ഇതിനിപ്പോൾ 2 സൈഡിലും നമുക്ക് നടപ്പാതയുണ്ട്. സൈക്കിളുകാർ അതിൽ കൂടെ പോകാൻ പാടുള്ളൂ. ഈ താഴത്തെ വാഹനം പോകുന്ന റോഡിൽ കൂടെ സൈക്കിളൊന്നും പോകാൻ പാടില്ലെന്ന് അതിൻ്റെ എൻട്രിയിൽ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിൽ നമുക്ക് നടപ്പാതയുണ്ട്, സൈക്കിളുകാർക്ക് പോകാനുള്ള പാതയുണ്ട്. പിന്നെ ഈ പാലത്തിൽ നിന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടുമുള്ള കായലിൻ്റെ വ്യൂ ഒരു അപാര കാഴ്ച തന്നെയാണ്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അതായത് രണ്ട് ബീച്ച് നമുക്ക് കാണാം. ഇടതുവശം ബീച്ചാണ്, വലതുവശം ബീച്ചാണ്. വലതുവശത്ത് മുന്നിലായിട്ട് നമുക്ക് കടലും കായലും കൂടെ ചേരുന്ന അഴിമുഖമാണ്. ഇടതുവശത്ത് നമുക്ക് കായൽ മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു പാലം. അപ്പം അഴീക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർബറിൽ കയറിയ മീനിൻ്റെ ലേലം ഒക്കെ നമുക്ക് കാണാം. ഭയങ്കര രസമാണ് മീനിൻ്റെ ലേലം വിളി കാണാൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ വേണമെങ്കിൽ നമുക്ക് മേടിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന ഒരു പാത്രം നമ്മൾ കൊണ്ടുപോകാം. തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് കൊണ്ടുപോയാൽ നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് അവിടുന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതിൻ്റെയൊക്കെ പകുതി വിലയെ വരത്തുള്ളൂ. ഇവിടെയൊക്കെ ഭയങ്കര ടൈഗർ പ്രോൺസിനൊക്കെ 300, 350, 400 രൂപയൊക്കെ കിലോയ്ക്കുണ്ട്. നമ്മുടെ അവിടെയൊക്കെ 1000, 1200 രൂപയ്ക്ക് കിലോയ്ക്ക്. ഈ പാലത്തെ കൂടെ ഞങ്ങളിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും